കഷ്ടാ തേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ നൈവ മദ്യാഭിജാനേ നോചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപു ഛിദ്രസാർദ്രം ശ്രോത്രൈഷ പീത്വാ പരമരസ സുധാംഭോതിപൂതേ രമേരൻ. ആദ്യത്തെ സങ്കല്പം എന്താ വെച്ചാൽ കഷ്ടം കഷ്ടാത്തേ സൃഷ്ടിചേഷ്ട. അങ്ങയുടെ ഈ സൃഷ്ടിചേഷ്ടയുണ്ടല്ലോ, ഈ സൃഷ്ടി കർമ്മമുണ്ടല്ലോ, അത് കഷ്ടമാണ് എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. മുമ്പ് കരുതിയിരുന്നത് കഷ്ടാതേ സൃഷ്ടിചേഷ്ട, അങ്ങയുടെ സൃഷ്ടിചേഷ്ട കഷ്ടമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കഷ്ടമാണെന്ന് കരുതിയാൽ കാരണം ബഹുതര ഭവഖേദാവഹ ജീവഭാജാം. ജീവനുള്ള വസ്തുക്കൾക്ക്, മനുഷ്യനാവാം, എല്ലാ ജീവജാലങ്ങളും ആവാം, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അങ്ങയുടെ സൃഷ്ടി എങ്ങനെയുള്ളതാണ്? ബഹുതര ഭവഖേദാവഹ, ബഹുതരമായ ഭവം, സംസാരം ദുഃഖം നമുക്ക് കേട്ടിട്ടില്ലേ? ആ ഭവഭയം, സംസാരഭയം, സംസാര ദുഃഖമാകുന്ന അത് ഭേദം ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ മുമ്പ് കരുതിയിരുന്നു. അങ്ങയുടെ സൃഷ്ടിചേഷ്ട എങ്ങനെയുള്ളതാണെന്നാണ് ഞാൻ ധരിച്ചത്. മുമ്പ് കഷ്ടമാണെന്ന് ഞാൻ ധരിച്ചത്. അത് വളരെയേറെ ദുരിതം പിടിച്ചതാണ് അങ്ങയുടെ സൃഷ്ടിചേഷ്ടമെന്ന് ഞാൻ ധരിച്ചു. എന്താ ഒരു കാരണം എന്ന് ചോദിച്ചാൽ അത് ബഹുതര ഭവഖേദാപഹാണ്. അത് പലവിധത്തിലുള്ള ലൗകിക ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. എന്തെല്ലാം ക്ലേശങ്ങളാണ് ജനിച്ചാലുണ്ടാവുന്നത്. ഒരു മനുഷ്യൻ ജനിച്ച് അവസാനമാവുന്നത് വരെ എന്തെല്ലാം ക്ലേശങ്ങളിലൂടെ അയാൾ നടന്നു പോകണം. അപ്പോൾ എന്തിനാ അങ്ങനെ ഒരു സൃഷ്ടി അങ്ങ് ചെയ്യണതെന്നൊക്കെ ആയിരുന്നു എൻ്റെ ധാരണ. അപ്പോൾ അങ്ങ് സൃഷ്ടികർമ്മം ചെയ്യുന്നു, ആ കഷ്ടമാണ്, അത് വേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കഷ്ടാത്തേ സൃഷ്ടിചേഷ്ട. ഇതുകൊണ്ട് സൃഷ്ടിചേഷ്ട കഷ്ടായി. ബഹുതര ഭവഖേദാപഹ. ഭവം എന്ന് പറഞ്ഞാൽ എന്താ? സംസാരം എന്ന് പറഞ്ഞാൽ ലോകജീവിതം. ആ ലോകജീവിതത്തിൽ പലതരം ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് അങ്ങയുടെ സൃഷ്ടി എന്നതുകൊണ്ട് അത് കഷ്ടമാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇതേവം പ്രകാരം പൂർവമാലോചിതം, മുൻപ് ഞാൻ ആലോചിച്ചിരുന്നു. അജിത സംബോധന. അതെയോ അജിത. അജിത വെച്ചാൽ എന്താർത്ഥം? ആരാലും ജയിക്കാൻ കഴിയാത്തവനാണ് അജിതൻ. അതെയോ അജിത. ഞാൻ മുമ്പ് ഒക്കെ ധരിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം കഷ്ടമാണ്. എന്തുകൊണ്ട് കഷ്ടമാണ്? അനേകം കഷ്ടപ്പാടുകളിലൂടെ ആളുകൾ കടന്നു പോകേണ്ടി വരുന്നത് കൊണ്ട്, സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് കൊണ്ട് അങ്ങ് എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിക്കുന്നത്? ഇത് കഷ്ടമല്ലേ എന്നാണ് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത്. മനസ്സിലായില്ലേ? ആ ചിന്ത മനസ്സിലായോ? കഷ്ടാത്തേ സൃഷ്ടിചേഷ്ട. എന്തുകൊണ്ട്? ബഹുതര ഭവഖേദാപഹ ജീവഭാജാം. ജീവനുള്ള വസ്തുക്കൾക്ക് അതെങ്ങനെയുള്ളതായിരുന്നു? ബഹുതര, പലതരത്തിലുള്ള ഖേദാപഹം, ദുഃഖം ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള ദുഃഖം ഉണ്ടാക്കുന്നത്. ആകെ ദ്വന്ദ്ങ്ങളാണ്. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സുഖം, ദുഃഖം, വെയില്, മഴ, ആശ, നിരാശ, അങ്ങനെ ആകെ ഇടകലർന്നിട്ടുള്ള ഒരു തരം
ജീവിതമാണ് എല്ലാ ജീവികളും അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് കഷ്ടമാണ്, ഇത് എന്തിനാണ് അങ്ങ് ചെയ്യുന്നതെന്നാണ് ഇതുവരെ ഞാൻ ധരിച്ചിരുന്നത്. ഇപ്പോൾ ആ ഭാരം മാറിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചാൽ നോ ചേ ജീവ നൈവ മധ്യ അഭിജാനെ ന ഏവം അഭിജാനെ. ഇപ്പോൾ ഞാൻ ന ഏവം അഭിജാനെ, അപ്രകാരം അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. ആ ചിന്തയിൽ നിന്ന് പോയി എന്നർത്ഥം. ന ഏവ അഭിജാനെ, അപ്രകാരം ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. മുമ്പ് ഇങ്ങനെയായിരുന്നു ചിന്ത, ഇപ്പം എനിക്ക് മറിച്ചായി ചിന്ത എന്ന് പറഞ്ഞു. എന്താ കാരണം? മനസ്സിലാവില്ലേ? വാക്കിൻ്റെ അർത്ഥം കിട്ടണട്ടാ. നൈവ മധ്യ അഭിജാനെ ന ഏവം അദ്യ, ഇപ്പോൾ അഭിജാനെ അറിയുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല അറിയുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയാണ് നോ ചേ ജീവ, അങ്ങ് ഈ ജീവനെ ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ, നോ ചേ ജീവ ഇല്ലെങ്കിൽ കഥം വാ, എങ്ങനെ ജീവജാലങ്ങൾക്ക് എന്ത് കിട്ടും? മധുരതരമിതം ത്വദ്വപുഃ ഛിദ്രസാദ്രം നേത്രൈശ്ച ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. അങ്ങ് ഈ സൃഷ്ടി നടത്തിയിരുന്നില്ല എങ്കിൽ ജീവികൾക്ക് എങ്ങനെയാണ് അങ്ങയുടെ പരമരസ നിറഞ്ഞ മധുരതരമായ ഇതം ബബു, ഈ ശരീരം, മധുരതരമായ ഈ ശരീരം, ആ ശരീരം അതെങ്ങനെയുള്ളതാണ്? ഛിദ്രസാന്ദ്രം, ചിത്ത് ജ്ഞാനസ്വരൂപത്തോടു കൂടിയ അങ്ങയുടെ ഈ ശരീരം, ഈ ചിത്തിന് മനസ്സിന് ആനന്ദം നൽകുന്ന അങ്ങയുടെ ഈ സ്വരൂപം കണ്ട് നേത്രൈ കണ്ണുകളെ കൊണ്ടും ശ്രോത്രൈ ചെവികളെ കൊണ്ടും പീത്വ കുടിച്ച്, ഈ സൃഷ്ടി നടന്നില്ല എങ്കിൽ എങ്ങനെയാണ് അങ്ങയുടെ മധുരതരമായ ആ സ്വരൂപമുണ്ടല്ലോ, ആ സ്വരൂപം കണ്ണുകൾ കൊണ്ട് കാണാനും ആ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നത് കാതുകൾ കൊണ്ട് കേൾക്കാനും എനിക്ക് കഴിയുമായിരുന്നു എന്ന ചോദ്യം. സൃഷ്ടിച്ചിരുന്നില്ലെങ്കിൽ എനിക്കത് കഴിയുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. എന്താ മാറ്റിയത്? അങ്ങ് സൃഷ്ടിച്ചത് നന്നായി, അത് കഷ്ടമല്ല. ആശയം മനസ്സിലായോ? നോചേ ജീവാ കഥം വാ മധുരതരമിതം ത്വദ്വപു, അങ്ങയുടെ വപു, വപുസ് ഛിദ്രസാന്ദ്രം നേത്രൈ കണ്ണുകളെ കൊണ്ട്, ശ്രോത്രൈ ചെവികളെ കൊണ്ട്, പീത്വ കുടിക്കുക. ഈ കണ്ണുകൊണ്ട് കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണുകൊണ്ട് ആസ്വദിക്കുക എന്നർത്ഥം. ചെവി കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെവി കൊണ്ട് ധാരാളമായിട്ട് കേൾക്കുക. കുടിക്കുന്നത് പോലെ ആസ്വാദ്യമായിട്ട് കേൾക്കുക, കുടിക്കുന്നത് പോലെ ആസ്വാദ്യമായിട്ട് കാണുക. അത് കാണാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നിട്ട് പരമരസ സുധാംഭോധിപൂരെ രമിക്കാൻ, പരമരസമാകുന്ന അമൃതത്തിൽ, സുധാംഭോധിയാണ്, അമൃത സമുദ്രത്തിൽ എനിക്ക് രമിക്കാൻ, കളിയാടാൻ കഴിയുമായിരുന്നില്ല. നോചേ ജീവാകഥം, അങ്ങ് സൃഷ്ടിച്ചിരുന്നില്ല എങ്കിൽ എനിക്ക് അങ്ങയുടെ പരമരമണീയമായ ആ ശരീരത്തിൻ്റെ ഭംഗി കണ്ണുകൊണ്ടും ചെവി കൊണ്ടുമൊക്കെ ആസ്വദിച്ച് പരമമായ അമൃതസിന്ധുവിൽ, ആനന്ദമാകുന്ന അമൃതസിന്ധുവിൽ ആറാടാൻ കഴിയുമായിരുന്നില്ല. മനസ്സിലായോ? ആദ്യത്തെ അധ്യാഹത്തിൽ എന്താ പറഞ്ഞത്? കഷ്ടം. കഷ്ടം എന്നുള്ള വാക്കിന് കൊല്ലാന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ. ഇപ്പൊ കഷ്ടത്തെ സൃഷ്ടിചേഷ്ട,
അങ്ങ് ഇങ്ങനെ ജീവികളെ സൃഷ്ടിച്ചു വന്ന് കഷ്ടല്ലേ എന്നെനിക്ക് തോന്നിയിരുന്നു. എന്തുകൊണ്ട്? ഭവതര ഖേദാപഹ, ബഹുതര ഭവഖേദാപഹ, പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്തിനാ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അംഗഭംഗം വന്ന ആളുകൾ, ശരീരത്തിന് ആരോഗ്യമില്ലാത്ത ആളുകൾ, എത്ര തന്നെ ആളുകളെയാണ് അന്ന് സൃഷ്ടിച്ച് വിട്ടിരുന്നതൊക്കെ. അപ്പം അതൊക്കെ കഷ്ടമാണെന്ന് എനിക്ക് കാണുമ്പോൾ ഒക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ പൂർണ്ണ പുണ്യ സ്വരൂപം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സൃഷ്ടിച്ച് നന്നായി. ആ സൃഷ്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കിത് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേട്ട് ആസ്വദിക്കാനോ കഴിയുമായിരുന്നില്ലല്ലോ ഭഗവാനെ. കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവ കഥം വാ മധുരതരമിദം തദ്വപു ഛിദ്രസാദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുധാംഭോധി മൂലേരമേരൻ. പരമരസമാകുന്ന സുധ അമൃതിൻ്റെ അംഭോധി സമുദ്രം, പരമരസമാകുന്ന അമൃത സമുദ്രത്തിൽ നിന്നാണ് ആ കേട്ടം. ഒന്ന് വായിച്ചോളൂ. ആ ഒരു സുഖമുണ്ടല്ലോ, അങ്ങ് സൃഷ്ടിച്ചിരുന്നില്ലെങ്കിൽ ആ സൗഖ്യം എനിക്ക് കിട്ടുമായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഒന്നുകൂടി വിവരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. നമ്മാണം സന്നിധസ്സേ സതതമഭി പുര തൈരനഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം സുദ്രന്തം ശക്രവാരീ ധ്രുവമഭിരസതി വ്യർത്ഥമുക്തിവ്രജോയം. ചില പുസ്തകത്തിൽ സന്നിധത്തേന്ന് കാണും, അത് തെറ്റല്ല കേട്ടോ. സമ്പ്രദാനം സന്നിധത്തേന്ന് ചില പുസ്തകത്തിൽ കാണും. അതുപോലെ വിതരതീന്ന് കാണും. വിവാഹ ദേവസ്വത്തിൻ്റെ പുസ്തകത്തിലൊക്കെ സന്നിധസ്സേ എന്നാണ് കാണുക, വിതരസൈ എന്നാണ് കാണുക. അത് തെറ്റ്, അത് ശരിയാണ്, രണ്ടും ശരിയാണ്. ഇത് ശരിയാണ്, വിതരസി എന്നത് ശരിയാണ്, വിതരസീന്നായാലും ശരിയാണ്. വ്യാകരണപരമായ ചെറിയ കാര്യത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം? ഭഗവാൻ നമ്മാണാം സന്നിധത്തെ അല്ലെങ്കിൽ സന്നിധസ്സേ സതതം അഭിപുര. പുര മുന്നിൽ, സതതം എല്ലായ്പ്പോഴും. ആരാണ് പുര? നമ്മാണാം നമിക്കുന്നവർ. നമിക്കുക ചെറുതാർത്ഥം വന്ദിക്കുക. വെറും വന്ദനം എന്ന് പറഞ്ഞാൽ തലകുനിക്കൽ എന്നല്ല അർത്ഥം, മനസ്സുകൊണ്ടാണ് ഈ വന്ദനം. അപ്പം ആരാണോ ഭഗവാനെ മുഴുവനായിട്ടും ഉൾക്കൊണ്ട് നമിക്കുന്നത്, ഇപ്പോൾ ഭഗവത്ഗീതയൊക്കെ പറയുന്ന പോലെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആരാണോ ഭഗവാനെ ഭജിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ മറ്റേ ഭക്തയോഗത്തിൽ പറയുന്നതോ ഒരു പശുത്തെ പൽപ്പല ചിത്തെ ഭഗവത പ്രാണമെന്ന് പറയുന്നത്,
അങ്ങനെയായാലും മതി, എന്തായാലും കുഴപ്പമില്ല. ഭഗവാനെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് നമ്പർമാർ അയാൾ. അല്ലാതെ തല കുനിച്ചത് കൊണ്ട് നമ്പറിയൊന്നും ഉണ്ടാവുന്നില്ല. അവരുടെ സന്നിധിയിൽ, സാന്നിധ്യത്തിൽ, മുന്നിൽ, അവരുടെ സന്നിധിയിൽ സതതമഭി എല്ലായ്പ്പോഴും അങ്ങുണ്ട്. അങ്ങ് എല്ലായ്പ്പോഴും ആരുടെ മുമ്പിലുണ്ട്? നമിക്കുന്നവരുടെ മുമ്പിൽ എല്ലായ്പ്പോഴും അങ്ങ് ഉണ്ട്. മനസ്സിലായോ? അപ്പം ഭഗവാൻ നമ്മുടെ മുമ്പിൽ പോവില്ല. എങ്ങനെയുള്ള ആളുകളാണെങ്കിലും നമ്മൾ എല്ലായ്പ്പോഴും ഭഗവാനെ ചിന്തിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും ഭഗവാൻ നമ്മെ വിടില്ല, നമ്മുടെ കൂടെയും ഉണ്ടാവും. അതുപോലെ പൂന്താനത്തിനെ രക്ഷിക്കാൻ പൂന്താനം എല്ലാവരും പറഞ്ഞപ്പോൾ ആരോടാ അവതാരം പറയാം? യാത്വര ദ്രൗപദീത്വരാണേ, യാത്വര മൃഗരക്ഷണേ, മയ്യ ആർത്തേ കരുണാസത്വേ, സാത്വരാത്വഗതാഹരേ എന്നാണ് പറഞ്ഞത്. യാത്വര ദ്രൗപദീത്വരാണേ, അങ്ങ് പാഞ്ചാലിക്ക് ഉടുവസ്ത്രമില്ലാതെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ എത്തി പാഞ്ചാലിയെ രക്ഷിച്ചില്ലേ. യാത്വര ഗജരക്ഷണേ, ആ ഗജേന്ദ്രനെ മുതല പിടിച്ച് ഈ കായലിലേക്ക് കൊണ്ടുപോകുന്നു അറിഞ്ഞപ്പോൾ ഉടനെ എത്തി രക്ഷിച്ചില്ലേ. ആ കൃപ അങ്ങക്ക് ഇപ്പോഴും ഇല്ല, അത് പോയോ എന്നാണ് ചോദിച്ചത്. ഉടനെയാണ് മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ വന്നത്. ഇതാണ് സതതമഭി പൂജ. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്, കാണില്ല എന്ന് മാത്രം. കാണില്ല എന്നാണ് കാര്യം. നട്ടുച്ച നേരത്തെ നിഴല് പോലെയാണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെയാണ് ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴുണ്ട്. എങ്ങനെയുള്ളവരുടെ കൂടെ? അപ്രാണാം സന്നിധത്തെ സതതമഭി പുര. നീ അങ്ങനെയുള്ളവരാണെങ്കിൽ ത്വയി നിങ്ങൾ അനഭ്യർത്ഥിതാൻ അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥനം ചെയ്തില്ലെങ്കിലും അനഭ്യർത്ഥിതാൻ അപ്പോൾ ത്വയി അനഭ്യർത്ഥിതാൻ എന്തു ചെയ്യുന്നു അദ്ദേഹം? അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. അർത്ഥത്തെയും കാമത്തെയും അജസ്രം വേണ്ടുവോളം വിതരണം ചെയ്യുന്നു. നിങ്ങൾ അഭ്യർത്ഥിക്കൊന്നും വേണ്ട. നിങ്ങൾ അഭ്യർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ അർത്ഥകാമങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ ആ അർത്ഥം, ആ കാമം, അത് അദ്ദേഹം നിങ്ങൾക്ക് നൽകും ആശയം. കുചേലൻ ദ്വാരകയിൽ പോയിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കുക. അർത്ഥകാമങ്ങളൊന്നും കുചേലന് പ്രശ്നമായിരുന്നില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ സ്ഥിതി എന്താ? ധാരാളം അദ്ദേഹം ആഗ്രഹിച്ചതിനൊക്കെ എത്രയോ അപ്പുറം. അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചില്ല, പത്നി ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ ധാരാളം കിട്ടി. അപ്പോൾ അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. അർത്ഥകാമങ്ങൾ മാത്രമല്ല തരുള്ളൂ, പിന്നെ ഒരു കാര്യം കൂടി തരും. പരമാനന്ദ സാന്ദ്രമായ ഗതി തരും. അതാണ് കാര്യം. ഒരു പോക്കറ്റ് മണി വേറെ തരും. നമ്മൾ ചോദിക്കാതെ തന്നെ കുറേ സാധനം നമുക്ക് തരും. കൂട്ടത്തിൽ പോകുമ്പോൾ ഒരു പോക്കറ്റ് മണി, എന്താ പരമാനന്ദ സാന്ദ്രമായ ഗതി. പരമാനന്ദം കൊണ്ട് ഇടതൂർന്ന സാന്ദ്രം, ഇടതൂർന്ന ഒരവസ്ഥ. മനസ്സിന് പരമാനന്ദമായ ഒരവസ്ഥയും അദ്ദേഹത്തെ. ഇത് ഈ പരമാനന്ദം എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ പരമാനന്ദം എന്ന് പറയാ, ഏതൊരാനന്ദം നേടിയാൽ മറ്റെല്ലാ ആനന്ദവും നമ്മൾ മറക്കുമോ ആനന്ദം. ഏതാനന്ദം? അങ്ങനെ ആനന്ദം ഏതാ? ഭഗവാനുമായിട്ട്. മറ്റെല്ലാ ആനന്ദങ്ങളും നേടുമ്പോൾ മറ്റാനന്ദങ്ങളൊക്കെ നമ്മൾ ഓർക്കും. ഇപ്പം ഭാഗ്യക്കുറിയിൽ 1ാം സമ്മാനം അടിച്ചത് ഒരു ആനന്ദത്തിൻ്റെ കാര്യമാവുമല്ലോ. അത് നേടുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക, ആരോഗ്യം ചോദിക്കാൻ വരിക, അതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും.
അപ്പോൾ മറ്റെല്ലാ ആനന്ദങ്ങളും എന്താ പറയുന്നത് മിക്സഡാണ്. അതായത് പല ദുഃഖങ്ങളും കലർന്നതാണ് പല ആനന്ദവും. എന്നാൽ ഈ ആനന്ദം അങ്ങനെയല്ല, പരമാനന്ദ സാന്ദ്രമാണ്, ഇതത്വതാണ്. അതിൻ്റെ ഇടയിലേക്ക് വേറൊന്നും പഴുതില്ല കിടക്കാൻ. അങ്ങനെയുള്ള ഒരവസ്ഥ പോലും അങ്ങ് തരും. പരമാനന്ദ സാന്ദ്രയായി. അപ്പോൾ നവ്വതാണാം സന്നിധത്സേ സതതമവി കുല ത്വയി അനഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. പരമാനന്ദ സാന്ദ്രമായ ഗതിയെയും വിതരസി. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം. അങ്ങ് ത്വം ഹരേ, ഹരിയോ ഭഗവാനെ. ഹരേ ച എല്ലാം ഹരിക്കുന്നവനാണ്. എല്ലാം ഹരിക്കുന്നവൻ ചാ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനുമാണ്, നമ്മുടെ മനസ്സിനെ കവർന്നെടുക്കുന്നവനുമാണ്. ഒക്കെ ഹര എന്നുള്ള വാക്കിലുണ്ട്. ഹരേ അങ്ങ് എങ്ങനെയാണ് ആളാണ്? വിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതം. അങ്ങ് പാരിജാതമാണ്. പാരിജാതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പാരിജാതമുണ്ട്, മന്ദാരമുണ്ട്, ഹരിചന്ദനുണ്ട്, കൽപ്പകവൃക്ഷമുണ്ട്, കാമധേനുണ്ട്. 5 വസ്തുക്കൾ സ്വർഗത്തിൽ ഏറ്റവും വിശിഷ്ടങ്ങളായതാണ്. അതിലൊന്നാണ് പാരിജാതം. ആ പാരിജാതമാണ് കൊണ്ടുവന്ന് സത്യഭാമയുടെ ഗ്രഹത്തിൽ വെച്ചു എന്നൊക്കെ ഭാഗവത്തിൽ ഒരു ചോദിക്കുന്നത്. അപ്പം അങ്ങ് പാരിജാതമാണ്. ആ പാരിജാതമുണ്ട്, മന്ദാരം, ഹരിചന്ദൻ. ഹരിചന്ദനും പിന്നെ കൽപ്പകവൃക്ഷം, കാമധേനു. അപ്പോൾ നിരവധി സാധാരണ പാരിജാതവും ഈ പാരിജാതവും പോലെ വ്യത്യാസമുണ്ട്. സ്വർഗത്തിനൊരു പാരിജാതമുണ്ട്. ദേവേന്ദ്രൻ്റെ ഒരു ഉദ്യാനമുണ്ട്, നന്ദനം എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിനൊരു പാരിജാതമുണ്ട്. ആ പാരിജാതവും അങ്ങാകുന്ന പാരിജാതവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഇത്? നിരവധിക ഫല പാരിജാതമാണ്. അങ്ങാകുന്ന പാരിജാതം നിരവധിക ഫലമുള്ളത്. നിരവധികം എന്ന് വെച്ചാൽ അതിരില്ലാത്ത, എത്ര ഫലം വേണമെങ്കിലും എടുക്കാം, അവസാനിക്കാത്ത ഫലം. അവധിയില്ല എന്ന് അർത്ഥമില്ല. അവധി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു അറ്റമില്ല. നിരവധി. നിരവധിക്ക് എത്ര വേണമെങ്കിലും എടുത്തോളൂ, എത്ര വേണമെങ്കിലും എടുക്കാം. ആർക്ക്? വിശേഷ ലഭ്യം, എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. റിസ്ട്രിക്ഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ. മറ്റേത് സ്വർഗത്ത് പോകുന്നവർക്കേ കിട്ടുമോ? അല്ലേ? എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പാസ് കൊടുക്കുമോ? ചിത്രത്തിൽ ഇല്ലല്ലോ. എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പാസ്സൊന്നും കൊടുക്കില്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് പാസ് കിട്ടി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെ എന്ത് കിട്ടുക? കൽപ്പവൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ കിട്ടുക. അത് ലിമിറ്റഡാണ് ഫലം. ലിമിറ്റഡാണ്. ഇത് അൺലിമിറ്റഡാണ്. നിരവധിക ഫലം. അത് എല്ലാവർക്കുമാണ്. വിശേഷ ലഭ്യവും. മനസ്സിലായില്ലേ? വിശേഷ ലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം. അങ്ങ് പാരിജാതമാണ്. എല്ലാവർക്കും അളവറ്റ ഫലങ്ങൾ നൽകുന്ന ഒരു പാരിജാത വൃക്ഷമാണ് അങ്ങ്. ഇത്തം വിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം. എന്നിട്ട് ഒരു മൂക്കത്ത് വെല്ലുവിളിക്കുകയാണ് കഷ്ടം. എന്താ കഷ്ടം പറയാൻ കാരണം? അല്ല, കഷ്ടമല്ല, ക്ഷുദ്രനാണ് പറയുന്നത്. ക്ഷുദ്രത്തെ നിസ്സാരം. തം ചക്രവാണീദ്രുവമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോ അയം. അയം അർത്ഥിവ്രജ. ഈ അർത്ഥികളെല്ലാവരും, അർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു ചെല്ലുന്നവരൊക്കെ അർത്ഥികളാണ്. ഈ എല്ലാ അർത്ഥികളും ഏതാ അഭിലഷിക്കുന്നത്? സ്വർഗത്തിലെ കൽപ്പവൃക്ഷം മതി, സ്വർഗത്തിലെ കൽപ്പവൃക്ഷം മതി എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ക്ഷുദ്രാണ്, നിസ്സാരാണ്. ക്ഷുദ്രം
തൽ കൽപ്പവാരീദ്രുമം ചക്രവാരീദ്രുമം. ചക്രം ദേവേന്ദ്രനാണ്. ചക്രവാരി ദേവേന്ദ്രൻ്റെ വാരി ഉദ്യാനാണ്. അത് നന്ദനവനാണ്. ആ നന്ദനവനത്തിലുള്ള കൽപ്പകവൃക്ഷത്തെ എന്നിട്ടും ജനങ്ങൾ ആശ്രയിക്കുമ്പോഴോ അത് ക്ഷുദ്രം, നിസ്സാരമാണ്. ആ അത്യപ്രജ്ഞം ചെയ്യുന്നത് നിസ്സാരമായ പ്രവൃത്തിയാണ്, ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ്. ഇപ്പുറത്ത് എല്ലാം കൊടുക്കുന്ന ഒരു കൽപ്പകവൃക്ഷം ഉണ്ടായിരിക്കെ അപ്പുറത്ത് എല്ലാം കൊടുക്കാൻ കഴിയാത്തൊരു കൽപ്പവൃക്ഷത്തെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തായാലും അവിവേകമാണ്, ക്ഷുദ്രമാണ്. ക്ഷുദ്രം തം ചക്രവാരീദ്രുമം അഭിരസതി. ദ്രുമച്ച വൃക്ഷം അഭിരസതി, വ്യർത്ഥം. അത് വെറുതെയാണ്, വ്യർത്ഥം. ആര് ചെയ്യുന്നത്? അത്യവർജങ്ങൾ. അത്യവർജങ്ങൾ വെച്ചാൽ ആഗ്രഹിക്കുന്ന ആളുകൾ, അത്യാഗ്രഹികളായ ആളുകൾ ഈ ദേവേന്ദ്രൻ്റെ നന്ദനവനത്തിലെ കൽപ്പകവൃക്ഷത്തെ എല്ലാ കാര്യങ്ങൾക്കുമായി ആശ്രയിക്കുന്നത് വളരെയേറെ മോശമാണ്, ക്ഷുദ്രമാണ്. കാരണം അതിനേക്കാൾ കേമമായ കൽപ്പകവൃക്ഷം വേറെ ഉണ്ട്. അത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ധാരാളം ഫലങ്ങൾ നൽകുന്നതാണ്. ആശയം മനസ്സിലായില്ലേ? അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മഹത്വം അതാണ്. ഫലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ രൂപത്തിൽ തന്നെ കിട്ടിക്കോളൊന്നുമില്ലല്ലോ, അനുഭവത്തിലല്ലേ ഫലം ഉണ്ടാവുക. ഇല്ല, അങ്ങനെയില്ല. നമ്മളിപ്പോ പലപ്പോഴും ഈശ്വരാനുഗ്രഹം നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ കോണിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് തെറ്റി വീഴാൻ ഭാവിച്ചപ്പോൾ ആരോ ഒരാളെ എന്നെ ഒന്ന് പിടിച്ചു വിചാരിച്ചോളൂ. അതാണ് ഈ അനുഗ്രഹം. അല്ലാതെ നമ്മൾ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് സാധനം നേരിട്ടിട്ട് ഇത് പുതിയാക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ തരുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ അനുഗ്രഹമായിട്ട് കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ നിത്യനിദാന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിയായി നടന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹം കൊണ്ടാണ്, അല്ലേ? ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് കാര്യങ്ങൾ. അല്ലാതെ ഇങ്ങനെ ഒരു കുറേ സാധനങ്ങൾ കൊണ്ട് തന്നാൽ അതൊരു ഭാരമാവും നമുക്ക്, അനുഗ്രഹമല്ല. ആവുക കുറേ പൈസ കൊണ്ടുവന്നു വിചാരിക്കാം. പൊതുവെ ഇത് ദുഃഖം മാത്രമേ വന്നിട്ട് കുറേ നോട്ട് കെട്ട് കൊണ്ടു തന്നാൽ അത് ദുഃഖം ഉണ്ടാക്കുക, സുഖം ഉണ്ടാക്കുക. ദുഃഖം ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ട് വയ്ക്കേണ്ടതെന്നൊക്കെ ആവുക. അപ്പം ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത്ര രൂപ തവ ഖല്ലു അനുഗ്രഹ. അത് പറയുന്നത് കുര്യാലമുത്ത കഥയിൽ പറയുന്നുണ്ട്. വിചിത്ര രൂപ തവ ഖല്ലു അനുഗ്രഹ. അങ്ങയുടെ അനുഗ്രഹം ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. മുൻകൂട്ടിയിട്ട് ആലോചിക്കാൻ പറ്റില്ല അങ്ങ് എങ്ങനെയാണ് അനുഗ്രഹിക്കാം. അങ്ങയുടെ അനുഗ്രഹം നമ്മതാണാം സന്നിധൽസേ സതതമപി പുര ത്വയ്യനഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ കാമാനഭ്യസ്ത്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗിരിം ഇത്തം നിശേഷരഭ്യോ നിരവധികഫല പാരിജാതോ ഹരേത്വം സുദ്രന്തം ചക്രവാരീദ്രുമം വിരസതി വ്യർത്ഥം തിർവജോയം. വ്രജ തണം അയം ചേരുമ്പോഴാണ് വ്രജോയം എന്ന് പറയുന്നത്. വ്രജത്തെ കൂട്ടം, അർത്ഥിവ്രജം, അർത്ഥികളുടെ കൂട്ടം. ഈ കിട്ടാത്ത വാക്കുകളൊക്കെ ഒന്നുമില്ലപ്പം. ആശയമൊക്കെ മനസ്സിലായില്ലേ? വായിച്ചോളൂ. സദമവിപുരസ്സൈരനഭ്യർത്ഥിതാനാം